ഹായ് ഹലോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ C&SVlog. അപ്പോൾ ഇന്ന് നമ്മളൊരു അടിപൊളി വെൽക്കം ബോർഡാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മളൊരു നൂൽക്കമ്പി എടുത്തിട്ടുണ്ട്. എന്നിട്ട് വീഡിയോയിൽ കാണുന്നത് പോലെ 2 പീസ് എടുത്തിട്ട് ഒന്ന് പിരിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒരു പീസാണ് എടുക്കുന്നതെങ്കിൽ അത്ര ബലം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന ആ ഒരു ഷേപ്പിൽ തന്നെ കിട്ടണമെന്നില്ല. അതുകൊണ്ടാണ് കേട്ടോ ഈ ഒരു രീതിയിൽ 2 പീസ് വെച്ചിട്ട് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ ഇതുപോലെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇതൊരു സർക്കിൾ ഷേപ്പിലാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രമാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിന് പുറമേ ആയിട്ട് ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ആ ഒരു സർക്കിൾ ഷേപ്പിലാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെയാണ് കിട്ടിയിട്ടുള്ളത്. ഇനിയിപ്പോൾ അതിന് പുറത്തേക്കായിട്ട് കുറച്ച് ഭാഗം നിൽപ്പുണ്ടല്ലോ, അത് നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ. അങ്ങനെ നമ്മുടെ റിങ് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനായിട്ടുള്ളത് അതിന് പുറമേ ആയിട്ട് ഫ്ലോറൽ ടേപ്പ് ഒന്ന് ഒട്ടിച്ച് എടുക്കണം കേട്ടോ. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ടേപ്പിന് പകരമായിട്ട് കളർ പേപ്പർ എടുക്കാം കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഇഷ്ടം അനുസരിച്ചിട്ട് എടുക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ ആ ഒരു ഫ്ലോറൽ ടേപ്പും അതിന് പുറമേ ആയിട്ടൊന്ന് ഒട്ടിച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ക്രേപ്പ് പേപ്പറാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ ഞാനിവിടെ റെഡ് കളറാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള കളേഴ്സ് എടുക്കാം കേട്ടോ. എന്നിട്ട് വീഡിയോയിൽ കാണുന്നത് പോലെ അതൊന്ന് മടക്കിയിട്ട് ലീഫിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ ക്രേപ്പ് പേപ്പർ ഇല്ലാന്നുണ്ടെങ്കിൽ കളർ പേപ്പർ ആയാലും മതി കേട്ടോ. അങ്ങനെ ഞാനൊരു 7 ലീവ്സ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു നൂൽക്കമ്പി എടുക്കുക. എന്നിട്ട് അത് ചെറിയ പീസസ് ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മുടെ ഓരോ ലീഫും അതിലായിട്ടൊന്ന് ടൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതൊന്ന് സെറ്റാക്കി എടുക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ 7 ലീവ്സും ഇതുപോലെ നൂൽക്കമ്പിയിലായിട്ടൊന്ന് ടൈ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ലീവ്സിൻ്റെ എണ്ണമൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം. പിന്നെ നമ്മൾ എടുക്കുന്ന ആ ഒരു റിങ് ഉണ്ടല്ലോ, അതുമേലായിട്ട് എത്രത്തോളം ലീവ്സാണ് ആവശ്യമായിട്ടുള്ളത് അതനുസരിച്ചിട്ട് എടുക്കാം കേട്ടോ. ഇനി അതിലായിട്ട് നമ്മൾ ഗ്രീൻ ടേപ്പ് ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ലീവ്സൊക്കെ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഞാനൊരു കാർഡ്ബോർഡിൽ നിന്നായിട്ട് ഇതുപോലെ ഒരു കുട്ടി പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഫസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു റിങ് ഉണ്ടല്ലോ, അത് ഇതുപോലെ ഒന്ന് വെച്ച് നോക്കാം. എന്നിട്ട് അതിൻ്റെ ആ ഒരു ലെങ്ത് അനുസരിച്ച് കറക്റ്റായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമുക്കതൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഞാൻ ലെമൺ യെല്ലോ കളറാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ആ ഒരു കാർഡ്ബോർഡ് പീസിൻ്റെ സൈഡിലായിട്ട് നമുക്കതൊന്ന് അടിച്ചു കൊടുക്കാം കേട്ടോ. പിന്നെ അതിനുള്ളിലായിട്ട് റെഡ് കളർ അക്രിലിക് പെയിൻറ്റാണ് അടിച്ചു കൊടുക്കുന്നത്. അതിനുള്ളിലായിട്ട് നമ്മൾ വൈറ്റ് കളർ പെയിൻറ്റ് കൂടി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ യെല്ലോ കളറും പിന്നെ റെഡും മാത്രം മതി എന്നാണ് വിചാരിച്ചേ. പിന്നെ അത് അടിച്ച് കഴിഞ്ഞിട്ട് അതിന് സെൻറ്ററിലായിട്ട് വൈറ്റ് കളർ കൂടി അടിച്ചു കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു ലെമൺ യെല്ലോ കളർ കൊടുക്കുക. പിന്നെ അതിനുള്ളിലായിട്ട് റെഡ് കളർ കൊടുക്കുക. അതിനുള്ളിലായിട്ട് വൈറ്റ് കളർ ഒറ്റ ട്രിപ്പിൽ തന്നെ കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ചെയ്തിട്ടുള്ളത് ആ ഒരു റെഡ് കളർ ഉണങ്ങി കഴിഞ്ഞിട്ടാണ് പിന്നെ ആ ഒരു വൈറ്റ് കളർ കൊടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ സെയിം കളർ തന്നെ എടുക്കണമെന്നില്ല, നമുക്ക് ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള കളേഴ്സ് എടുക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ കാർഡ്ബോർഡ് പീസ് പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ പ്രസൻറ്റേഷൻ പേപ്പറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി അതിൽ നിന്നായിട്ട് ഇതുപോലെ ഒരു പീസ് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അത് നമ്മൾ ആദ്യം ചെയ്തിട്ടുള്ള ആ ഒരു റിങ് ഉണ്ടല്ലോ, അതുമേലായിട്ട് ഒന്ന് ചുറ്റി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്.
പിന്നെ ഫസ്റ്റ് പറഞ്ഞതുപോലെ നമ്മൾ ആ ഒരു ഗ്രീൻ ടേപ്പിന് പകരമായിട്ട് കളർ പേപ്പറാണ് എടുത്തിട്ടുള്ളതെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് ചെയ്യേണ്ട കേട്ടോ. ഇതിപ്പോൾ നമ്മുടെ റിങ്ങിന് കുറച്ചുകൂടി ഒന്ന് ഭംഗി തോന്നാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തതേ ഉള്ളൂ. ഇനി ഇതുപോലെ കുറച്ച് ഫെവിക്കോൾ ആക്കി കൊടുത്തിട്ട് ആ ഒരു റിങ്ങിലായിട്ടൊന്ന് ചുറ്റിയെടുക്കാം കേട്ടോ. പിന്നെ ഇതുപോലെ ഒന്ന് ചെയ്തു വരുമ്പോൾ നമ്മൾ ഫസ്റ്റ് എടുക്കുന്ന ആ ഒരു പീസ് വെച്ചിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റണമെന്നില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ വേറൊരു പീസ് കട്ട് ചെയ്തിട്ട് ചുറ്റി കൊടുക്കണമല്ലോ. അപ്പോൾ അങ്ങനെ എടുക്കുമ്പോൾ അതിന് പുറമേ ആയിട്ട് ഒരു സെല്ലോ ടേപ്പ് കൂടി ഒട്ടിച്ച് കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ അത് വിട്ടു പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ പ്രസൻറ്റേഷൻ പേപ്പർ ആയതുകൊണ്ട് നമ്മൾ വിചാരിക്കുന്നത് പോലെ ആ ഒരു ഫെവിക്കോളൊക്കെ വെച്ച് ഒട്ടിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ അതിന് പുറമേ ആയിട്ട് ഒരു സെല്ലോ ടേപ്പ് കൂടി ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ റിങ് സെറ്റ് ആയിട്ടുണ്ട്. ഇനി നേരത്തെ നമ്മൾ ചെയ്തിട്ടുള്ള ലീവ്സ് ഉണ്ടല്ലോ, അത് ഇതിലായിട്ടൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് വെച്ച് കൊടുക്കുക. ഞാനിപ്പോൾ ഈ ഒരു രീതിയിലാണ് കേട്ടോ ചെയ്ത് കൊടുക്കുന്നത്. ആ ഒരു റിങ്ങിൻ്റെ പകുതി ഭാഗത്ത് മാത്രമേ ഞാൻ ലീവ്സ് വെച്ച് കൊടുക്കുന്നുള്ളൂ. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് റിങ് കംപ്ലീറ്റ് ആയിട്ട് ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ. ലീവ്സ് ഒട്ടിച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് ഇതുപോലെയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. ഇനിയിപ്പോൾ നമ്മൾ പെയിൻറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു കാർഡ്ബോർഡ് പീസ് ഉണ്ടല്ലോ, അതെടുക്കുക. എന്നിട്ട് അതിലായിട്ട് ഞാൻ വെൽക്കം എന്നൊന്ന് എഴുതിയെടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം ഇതുപോലെ പേന വെച്ചൊന്ന് എഴുതിയിട്ട് അതിന് പുറമേ ആയിട്ട് അക്രിലിക് പെയിൻറ്റ് വെച്ചിട്ട് എഴുതിയെടുക്കുന്നുണ്ട് കേട്ടോ. ഞാനിവിടെ റെഡ് കളർ പെയിൻറ്റ് വെച്ചാണ് എഴുതിയെടുക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള കളേഴ്സ് തന്നെ എടുക്കാം. അപ്പോൾ അങ്ങനെ ഒന്ന് എഴുതി കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ ആ ഒരു റിങ് ഉണ്ടല്ലോ, അതുമേലായിട്ട് ഈ ഒരു കാർഡ്ബോർഡ് പീസ് കൂടി ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ. അതും ഞാനൊരു സെല്ലോ ടേപ്പ് വെച്ചാണ് ഒട്ടിച്ച് കൊടുത്തിട്ടുള്ളത്. കാരണം നമ്മുടെ ഫെവിക്കോളൊക്കെ എത്രത്തോളം ഒട്ടി നിൽക്കുമെന്ന് അറിയില്ല. അപ്പോൾ അത് വിട്ടു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ചെയ്ത് കൊടുക്കുന്നതാണ് കേട്ടോ നല്ലത്. ഇപ്പോൾ നമ്മുടെ വെൽക്കം ബോർഡ് ഇവിടെ ഏകദേശം സെറ്റായിട്ടുണ്ട്. പക്ഷേ അത് നോക്കിയപ്പോൾ ഇവിടെ ആയിട്ട് ഒന്നും ഇല്ലാത്തതുകൊണ്ട് എന്തോ ഒരു കുറവ് പോലെ തോന്നുന്നുണ്ട്. അപ്പോൾ അവിടെയായിട്ട് ഞാൻ കുറച്ച് ഫ്ലവേഴ്സ് കൂടി ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ ഒരു കളർ പേപ്പറാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് അത് സ്ക്വയർ ഷേപ്പിലായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. പിന്നെ വീഡിയോയിൽ കാണുന്നത് പോലെ ഒന്ന് മടക്കിയിട്ട് പെറ്റലിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം കേട്ടോ. പിന്നെ ഇതിന് പകരമായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു ലീവ്സ് ഉണ്ടല്ലോ, അത് തന്നെ ഒന്ന് ഒട്ടിച്ച് കൊടുത്താലും മതി. എന്നിട്ട് ആ ഒരു ഫ്ലവറിൻ്റെ സെൻറ്ററിലായിട്ട് നമ്മൾ ഗ്രീൻ കളർ പെയിൻറ്റ് വെച്ചിട്ടൊരു ഡോട്ട് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുപോലത്തെ ഒരു 3 ഫ്ലവേഴ്സാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. എന്നിട്ട് നമ്മുടെ ആ ഒരു റിങ്ങിൻ്റെ സൈഡിലായിട്ട് അതുകൂടി ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ദേ ഈ ഒരു രീതിയിലാണ് ഒട്ടിച്ച് കൊടുക്കുന്നത്.
അതുകൂടി ഒട്ടിച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ വെൽക്കം ബോർഡ് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ. ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതോടൊപ്പം കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യാം കേട്ടോ. എന്നിട്ട് അതിലോളം ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിലേക്ക് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ആ ഒരു സമയത്ത് തന്നെ ലഭിക്കാം കേട്ടോ. പിന്നെ നിങ്ങളുടെ സജഷൻസും ഫീഡ്ബാക്സും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.